നമ്മളിന്ന് ഡാറ്റ സ്ട്രക്ചേഴ്സിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് പോവാണ്. ഇതും ഒരു തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഡാറ്റ സ്ട്രക്ചർ അലൗസ് ഡിലീറ്റിംഗ് ഡാറ്റ എലമെന്റ്സ് ഫ്രോം ഫ്രണ്ട് ആൻഡ് ഇൻസേർട്ടിംഗ് അറ്റ് റിയൽ? ഇത് ഡയറക്റ്റ് കിട്ടുന്നതേ ഉള്ളൂ. ഇതൊരു ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നതാണ്. ആൻസർ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടാമോ? പെട്ടെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണോ അതൊക്കെ? ഓക്കെ, ഇതിന്റെ ആൻസറും നമുക്കറിയാവുന്ന ഒരു കേസാണ് പറഞ്ഞിരിക്കുന്നത്. പല രീതിയിൽ ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏത് ഡാറ്റ സ്ട്രക്ചർ, ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ 4 ഡാറ്റ സ്ട്രക്ചർ തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റാക്ക് തന്നിട്ടുണ്ട്, ക്യൂ തന്നിട്ടുണ്ട്, ഡി ക്യൂ തന്നിട്ടുണ്ട്, മൈനർ സെർച്ച് ട്രീ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഡാറ്റ സ്ട്രക്ചേഴ്സ് അലൗസ് ഡിലീറ്റിംഗ് എലമെന്റ്സ് ഫ്രോം ഫ്രണ്ട് ആൻഡ് ഇൻസേർട്ടിംഗ് അറ്റ് റിയർ? ഓക്കെ, അപ്പം നമ്മളുടെ ഒരു അറയാണ് ഇത് നോക്കുക. ഓക്കെ, അപ്പം ഒരു അറ എടുത്തിരിക്കുവാണ്. ഓക്കെ, എന്നിട്ട് അതിൽ 2 എൻഡുകൾ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പൊ ഈ ഒരു എൻഡിനെ ഞാൻ ഫ്രണ്ട് എന്ന് വിളിച്ചു, ഈ ഒരു എൻഡിനെ ഞാൻ എന്തെന്ന് വിളിച്ചു? റിയർ എന്ന് വിളിച്ചു. എന്നിട്ട് ആ ഒരു കോൺസെപ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിയറിൽ നിന്ന് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്, റിയറിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട്? ഇൻസേർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ ഏത് ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും? അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് ഒരു എൻഡിൽ അല്ലെ, 1 എൻഡിൽ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ അതർ എൻഡിൽ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ടൈപ്പിലെ ഡാറ്റ സ്ട്രക്ചേഴ്സിന് നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ക്വസ്റ്റിനകത്ത് നിങ്ങൾക്ക് ഫ്രണ്ട് എന്ന് റിയർ എന്ന് തരുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആൻസർ എത്താം. ഓക്കെ, അതേസമയം ചിലപ്പം ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ചേരുന്നത്. എന്തായിരിക്കും? ഒരെൻഡിൽ ഇൻസേർഷനും അടുത്ത എൻഡിൽ ഡിലീഷനും പെർഫോം ചെയ്യുന്ന ഡാറ്റ സ്ട്രക്ചർ ഏതാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്താ എടുക്കേണ്ടത്? ഓപ്ഷൻ ബി ആണ് ആൻസർ, ക്യൂ എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, ഇവിടെ ഫ്രണ്ട് റിയറും തന്നിട്ടുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡയറക്റ്റ് ആൻസർ എത്താൻ പറ്റും. അതേസമയം ചിലപ്പോൾ ഫ്രണ്ട് എന്ന് റിയർ ഒന്നും പറയില്ല, പകരം എന്താണ്? രണ്ട് എൻഡുകളെ കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്ത് തന്നെയാണ്? ക്യൂ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാക്കിൽ നിങ്ങൾക്കറിയാം ഒരു എൻഡിൽ തന്നെയാണ് ഇൻസേർഷനും അതേ എൻഡിൽ തന്നെയാണ് എന്ത്? ഡിലീഷൻ. ഏത് എൻഡാണത്? ടോപ്പ് അല്ലെ. അപ്പൊ അത് സിംഗിൾ എൻഡിലാണ് ഇൻസേർഷൻ ഡിലീഷൻ ചെയ്യുന്നത്. ഈ ഡി ക്യൂ ആണെങ്കിലോ അതൊരു ക്യൂവിന്റെ ഒരു കാറ്റഗറിയാണ്. അവിടെ എന്താണ് ഒരു ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2 എൻഡിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർഷനും ചെയ്യാൻ പറ്റും, ഡിലീഷനും ചെയ്യാൻ പറ്റും അല്ലെ. അപ്പം ഫ്രണ്ടിൽ നിങ്ങൾക്ക് നോർമലി സാധാരണ ക്യൂ ആണെങ്കിൽ ഫ്രണ്ടിൽ ഡിലീഷൻ, റിയറിൽ എന്താണ്? ഇൻസേർഷൻ. അതേസമയം ഇത് ഡബിൾ എൻഡഡ് ക്യൂ ആണെങ്കിൽ ഫ്രണ്ടിൽ ഡിലീഷന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തും പെർഫോം ചെയ്യാം? ഇൻസേർഷൻ. റിയറിൽ ഇൻസേർട്ടിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തും പെർഫോം ചെയ്യാം? ഡിലീറ്റും പെർഫോം ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ അതിനെ എന്തെന്ന് പറയും? ഡി ക്യൂ എന്ന് പറയും. ഡി ക്യൂ ആൻസർ അല്ല. ഓക്കെ, ഇനിയാണ് ബൈനറി സെർച്ച് ട്രീ. ബൈനറി സെർച്ച് ട്രീ അതൊരു നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിൽ വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇതും നമുക്ക് സ്ഥിരം വരുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാം പ്രോഗ്രാമറിന് നേരത്തെ പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കി, ദ ആവറേജ് കേസ് കോംപ്ലക്സിറ്റി ഓഫ് ലീനിയർ സെർച്ച് അൽഗോരിതം. അപ്പൊ നമുക്ക് മെയിൻലി 2 സെർച്ചിങ് ആണ് പറയുന്നത്. ഒന്ന് ലീനിയർ, അടുത്ത എന്താണ്? ബൈനറി. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ലീനിയറിന്റെ ആവറേജ് കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്: ബിഗ് ഓഫ് എൻ, ഓപ്ഷൻ ബി ബിഗ് ഓഫ് ലോഗ് എൻ, ഓപ്ഷൻ സി ബിഗ് ഓഫ് എൻ സ്ക്വയർ, ഓപ്ഷൻ ഡി ബിഗ് ഓഫ് എൻ ലോഗ് എൻ. ഓക്കെ, അപ്പൊ ഇത് ലീനിയർ സെർച്ച് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1 by 1 ആയിട്ട് സെർച്ച് ചെയ്ത് പോവുക, എവിടെ എത്തുന്ന സ്റ്റോപ്പ് ചെയ്യുക. എപ്പോൾ നിങ്ങൾ എലമെന്റിനെ കാണുന്നുണ്ടോ ആ സമയത്ത് എന്ത് ചെയ്യണം? സ്റ്റോപ്പ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇത് ഒരു അറയാണെന്ന് വെക്കുക. ഓക്കെ, ഇതിനകത്ത് ഒരു 5 ഇൻഡെക്സ് ഉണ്ടെന്ന് വെക്കുക. 1 2 3 4 5 6 6 എലമെന്റ്സ് ഉണ്ടെന്ന് വെക്കുക. 7 9 3 5 6 4. ഓക്കെ, ഇനി ഇതിനകത്തേക്ക് നമ്മൾ സെർച്ച് ചെയ്യണം. സെർച്ച് ചെയ്യുന്ന എലമെന്റ് കീ ആണെന്ന് വെക്കുക. അപ്പൊ കീയുടെ വാല്യൂസ് ഞാൻ പറയണേ. ഫസ്റ്റ് വൺ 7. ഓക്കെ, സെക്കൻഡ് അടുത്തൊരു കീ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 4 ആണ്. മറ്റൊരു കീ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 14 ആണ്. അടുത്തൊരു കീ ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത് 3 ആണ്. ഓക്കെ, അപ്പം ആദ്യത്തെ കേസ് നോക്കിയേ. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് എന്താണ്? 7 എവിടെ ആയിരിക്കുന്നത്? ഫസ്റ്റ് പൊസിഷൻ അല്ലേ. അപ്പൊ നമ്മൾ എന്താണ്? ഒറ്റ കമ്പാരിസൺ കൊണ്ട് ആളെ കിട്ടുന്നുണ്ട് അല്ലെ. അപ്പം നമ്മൾ കീ 7 കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയും ഏറ്റവും ബെസ്റ്റ് കേസ് മീൻസ് ഏറ്റവും മിനിമം ടൈം കൊണ്ട് നമുക്ക് കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ സെർച്ച് ചെയ്യാൻ പറ്റുന്ന എലമെന്റ് ഏതാണ്? ഫസ്റ്റിലിരിക്കുന്ന എലമെന്റ് ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എന്തെന്ന് പറയാം? ബെസ്റ്റ് കേസ് എന്ന് പറയാം. ഓക്കെ, അപ്പം ഇവിടെ എടുക്കുന്ന ടൈം എന്താണ്? ഫസ്റ്റ് കമ്പാരിസണിൽ തന്നെ നിങ്ങൾക്ക് ആളെ കിട്ടുവാണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഇതൊരു കോൺസ്റ്റന്റ് ടൈമിലാണ് ആ സമയത്ത് ഇത് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ പറയാം? ബെസ്റ്റ് കേസിൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ പറയുന്ന തന്നെ ഓക്കെ, ഞാൻ ബിഗിൽ റെപ്രസെന്റ് ചെയ്യാണ്, ബിഗ് ഓഫ് 1 എന്ന് പറയും. ഇനി അടുത്തത് വേഴ്സ്റ്റ് കേസ്, ഏറ്റവും കൂടുതൽ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുകിൽ അവസാനത്തെ എലമെന്റ് നോക്കി, ഒന്നുകിൽ 4 അല്ലെങ്കിൽ ഇതിനകത്ത് ഇല്ലാത്തൊരു എലമെന്റ് 14. ഈ 2 കേസിലാണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് അല്ലെ. അതെന്ന് പറഞ്ഞാൽ എന്തിന് റിലേറ്റ് ചെയ്തിരിക്കും? ഈ ഒരു ഗ്രൂപ്പിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ടെന്നും അതിനെ എന്ത് ചെയ്യും? ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഈ ഒരു ഗ്രൂപ്പിനകത്ത് n എലമെന്റ്സ് ഉണ്ടെങ്കിൽ കമ്പ്യൂട്ടേഷന് വേണ്ടി എടുക്കുന്ന ടൈം എന്തായിരിക്കും? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു n ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ. ഓക്കെ, എന്തായിരുന്നു? വേസ്റ്റ് കേസ് അല്ലേ. വേസ്റ്റ് കേസിനകത്ത് എന്തായിരുന്നു? ഡിപ്പെൻസ് ഓൺ നമ്പർ ഓഫ് എലമെന്റ്സ് ആണ്. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്തു? ബിഗ് ഓഫ് n എന്ന് റെപ്രസെന്റ്. ഓക്കെ, ഇനി അടുത്തതാണ് നമുക്ക് വേണ്ടത് ആവറേജ് കേസ്. ആവറേജ് കേസ് എന്ന് പറയുന്നത് ബെസ്റ്റ് അല്ല. ഓക്കെ, ഇത് ബെസ്റ്റ്, ഇതെന്താണ് നമ്മൾ പറയുന്നത്? വേസ്റ്റ്. ഇതിന്റെ രണ്ടിന്റെ മിഡിൽ നിൽക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മിഡിൽ പൊസിഷനിലായിരിക്കും നമുക്ക് എന്തിരിക്കുന്നത്? എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? n/2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ പറയാം? ആവറേജ് കേസിനെ
ആവറേജ് കേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അപ്പൊ എന്താണ്, ഇപ്പം n/2 ഇപ്പൊ 100 എലമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് 50 സെക്കൻഡ് ഉണ്ട്. ഒരു എലമെന്റ് കമ്പയർ ചെയ്യാൻ 1 സെക്കൻഡ് ആണെങ്കിൽ 50 സെക്കൻഡിൽ ആളെ കിട്ടും. 1000 എലമെന്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 500 സെക്കൻഡിൽ കിട്ടും അല്ലെ. ഇനി 10 എലമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, 5 സെക്കൻഡിൽ കിട്ടും. അപ്പൊ ഇത് എന്താണ്, നമ്പർ ഓഫ് എലമെന്റ്സിനനുസരിച്ചാണ് അതിന്റെ സ്പീഡ് നമ്മൾ പറയുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് എന്തെന്ന് പറയാം, ബിഗ് ഓഫ് n എന്ന് തന്നെ പറയും. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ആവറേജ് കേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ എ. ക്ലിയർ ആണോ ഇത്? ക്ലിയർ ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ അതൊരു പ്രോബ്ലമാറ്റിക് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്, വെൻ റിക്കർസീവ് ബൈനറി സെർച്ച് മെത്തേഡ് ഈസ് ഇംപ്ലിമെന്റഡ് ടു ഫൈൻഡ് ദ കീ ഓഫ് 18 ഫ്രം ആൻ ഇൻപുട്ട് അറേ എ. ഓക്കെ, എന്നിട്ട് അറേയിലെ എലമെന്റ്സ് പറയുന്നുണ്ട്. വാട്ട് ഇസ് ദ ലെവൽ ഓഫ് റിക്കർഷൻ? ഓപ്ഷൻ എ പറയുന്നത് 1, ഓപ്ഷൻ ബി പറയുന്നത് 2, ഓപ്ഷൻ സി പറയുന്നത് 3, ഓപ്ഷൻ ഡി പറയുന്നത് 4. ഒന്ന് ആൻസർ ചെയ്ത് പറയാമോ, എത്രയായിരിക്കും ഇതിന്റെ ആൻസർ എന്നുള്ളത്? ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് തന്നിട്ടുണ്ട്. സെർച്ച് എലമെന്റ് 18 ആണ്. അങ്ങനെയാണെങ്കിൽ ബൈനറി സെർച്ച് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് റിക്കർഷൻ ലെവലിലാണ് ഓക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന എലമെന്റിനെ കിട്ടിയതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ കോൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, റിക്കർസീവ് മീൻസ് ഞാൻ അതിന്റെ കോഡ് എഴുതി കാണിക്കാമേ. നോർമൽ ബൈനറി സെർച്ച് തന്നെ അതിനകത്ത് അപ്ലൈ ചെയ്താൽ മതി. കോഡിൽ ചെറിയ ഡിഫറൻസ് വരുത്തണം എന്ന് മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്. സെർച്ച് ഓക്കെ, എ എന്ന് പറയുന്ന അറേ, ബിഗിനിങ് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ്, എൻഡ്, ഓക്കെ, ദെൻ അതുപോലെ തന്നെ അടുത്ത കൊടുക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കീ. ഇങ്ങനെ 4 ഇൻപുട്ട് ആയിരിക്കും നമ്മൾ ഇതിന് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ആ ഗ്രൂപ്പിന്റെ മിഡിൽ കണ്ടുപിടിക്കും. മിഡിൽ ഈക്വൽ ടു ബിഗിനിങ് പ്ലസ് എൻഡ് ബൈ 2. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുന്നത് ഇഫ് ഓക്കെ മിഡിലുള്ള വാല്യൂ ആണ് നമ്മുടെ കീ ചെക്ക് ചെയ്യും. മിഡിൽ ഈക്വൽ ടു കീ. ഓക്കെ, അപ്പൊ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, എലമെന്റ് ഇത് ഇങ്ങനെ പ്രിന്റ് ചെയ്യുന്നു, പ്രിന്റ് എലമെന്റ് ഫൗണ്ട് എന്ന് പറയും, എലമെന്റിനെ കണ്ടു. ഓക്കെ, ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എൽസ് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒന്നുകിൽ ഗ്രൂപ്പിന്റെ ലെഫ്റ്റ് സൈഡിലോട്ടോ മിഡിലിന്റെ ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ആയിരിക്കും ഇത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇഫ് കീ ഓക്കെ ലെസ് ദാൻ എ ഓഫ് മിഡ്, മിഡിൽ ഇരിക്കുന്നവരിനൊക്കെ കീ ചെറുതാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ. കാര്യം ഈ ബൈനറി സെർച്ചിന് ഒരു കോൺസെപ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എലമെന്റ്സ് ഓർഡറിലാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. ഓക്കെ, എലമെന്റ് ഓർഡറിൽ ഒന്നുകിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ്. ഞാൻ പറഞ്ഞു വെക്കുന്നത് അസെൻഡിങ്ങിന്റെ കോൺസെപ്റ്റ് ആണ് വെച്ചിരിക്കുന്നത്. ഞാൻ എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഈ ലെസ് ദാൻ എ ഓഫ് മിഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഓക്കെ അപ്പം ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തില്ല, ബിഗിനിങ്ങിനെ മാറ്റത്തില്ല. ദെൻ എന്ത് ചെയ്യും, എൻഡ് ഈക്വൽ ടു മിഡ് -1 ആക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അഗെയിൻ സെർച്ചിനെ കോൾ ചെയ്യാൻ പറയും. അപ്പൊ അവിടെ റിക്കർഷൻ ആയി, സെർച്ചിനെ കോൾ ചെയ്യാൻ പറയും. ഓക്കെ, എന്നിട്ട് എന്ത് കൊടുക്കും, എ ഓക്കെ ബിഗിനിങ് ദെൻ പുതിയ എൻഡ് എന്ന് പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ, അങ്ങനെ അല്ലെങ്കിൽ എന്തായിരിക്കും, ഉറപ്പായിട്ട് റൈറ്റ് സൈഡിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആരെ മാറ്റണം, നമുക്ക് ബിഗിനിങ്ങിനായിരിക്കും നമ്മൾ മാറ്റുന്നത്. ബിഗിനിങ് ഈക്വൽ ടു മിഡ് +1. ദെൻ എന്ത് ചെയ്യാം, സെർച്ചിനെ കോൾ ചെയ്യാം. സെർച്ചിനെ കോൾ ചെയ്തിട്ട് എ ബിഗിനിങ് എൻഡ് കീ. ഓക്കെ, അപ്പൊ ഇതാണ് കോൺസെപ്റ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ ചെയ്ത് കാണിച്ചു തരാം, അല്ലെങ്കിൽ ഈ വാല്യൂസ് തന്നെ കാണിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ വാല്യൂസ് ഏതൊക്കെയാണ്, നമ്മൾ അറേക്കകത്ത് വാല്യൂസ് ഇട്ടു. അപ്പൊ വാല്യൂസ് എന്ന് പറയുന്നത് എത്രയായിരുന്നു, ഇൻഡെക്സ് ഞാൻ ഇടുവാണ് 0 1 2 3 4 5 6. ബാക്കി ഉണ്ടോ നോക്കട്ടെ. 18 28 38 48 58 68 78. നിങ്ങൾ നോക്കിയ വാല്യൂസ് എന്താണ്, അസെൻഡിങ് ഓർഡറിലാണ്. അപ്പൊ ബൈനറി സെർച്ച് അപ്ലൈ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് വാല്യൂസ് എന്തായിരിക്കണം, സോർട്ടഡ് ഓർഡറിലാണെങ്കിൽ മാത്രമേ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. ക്രൈറ്റീരിയ ആണത്. ഓക്കെ, അപ്പം ഇനി അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഈ ഗ്രൂപ്പിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഇൻഡെക്സിനാണ് ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഇൻപുട്ടിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന ഇവിടെ 0 കൊടുക്കും. ഇനി അടുത്ത എന്താണ്, എൻഡ് എന്ന് പറഞ്ഞാൽ ആ ഗ്രൂപ്പിന്റെ ലാസ്റ്റ് ഇൻഡെക്സ്. അപ്പൊ എൻഡ് ഈക്വൽ ടു എത്രയാണ്, 6. ഇനി കീ എലമെന്റ് എത്രയായിരുന്നു, 18. ഇതാണ് നമ്മുടെ അറേ എ. ഇതുവരെ ഓക്കെ ആണോ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആണോ? അപ്പൊ ഇനി നോക്കിക്കോണേ നമ്മൾ എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്, ഫസ്റ്റ് ടൈം ഇത് വർക്ക് ചെയ്യുമ്പോൾ മിഡിൽ കണ്ടുപിടിക്കുക അല്ലെ. അപ്പൊ മിഡിൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, മിഡിൽ ഈക്വൽ ടു ബിഗിനിങ് എത്രയാണ് 0 പ്ലസ് എൻഡ് എത്രയാണ് 6 ബൈ 2 ഈക്വൽ ടു നമുക്ക് എത്ര വരും, 3 വരും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ എന്താണ്, എ ഓഫ് മിഡ് ഈക്വൽ ടു എ ഓഫ് മിഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, എ ഓഫ് 3 ഈക്വൽ ടു നമുക്ക് എത്രയാണോ നോക്കും, 18 ആണോ നോക്കും. കാര്യം നമ്മുടെ കീ 18 ആയിരുന്നു.
ഓക്കെ, അപ്പൊ എന്തല്ല ഈക്വൽ അല്ല. കാര്യം എന്താണ്? എ ഓഫ് 3 എന്ന് പറയുന്നത് എത്ര കിടക്കുന്നത്? 48 ആണ് കിടക്കുന്നത്. അത് എത്ര അല്ല? 18 അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത എന്ത് ചെയ്യും? നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് കീ. അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? കീ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ആണോ നോക്കുക. ഇവിടെ നമുക്ക് എന്താണ്? കീ എന്താണ്? 18ഉം എ ഓഫ് മിഡ് എത്രയാണ്? 48ഉം. അപ്പൊ കീ ലെസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പോർഷൻ ആണ് കയറുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? എൻഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എൻഡ് എന്ന് പറയുമ്പോൾ എത്ര ആയിട്ട് വരും നമുക്ക്? എൻഡ് എന്ന് പറയുമ്പോൾ മിഡ് -1. മിഡ് എത്ര ആയിരുന്നു? 3. അങ്ങനെയാണെങ്കിൽ എൻഡ് ഈക്വൽ എത്രയാണ്? അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യും? ഇതേ കോൺസെപ്റ്റ് തന്നെ വർക്ക് ചെയ്യും. നമ്മൾ ഗ്രൂപ്പ് അങ്ങ് റെഡ്യൂസ് ചെയ്യും. ഗ്രൂപ്പ് എന്ന് പറയുന്നത് എവിടെ വരെ ഉള്ളൂ? നമ്മൾ ഇനി കൊടുക്കുന്ന ഗ്രൂപ്പിനകത്ത് എ അല്ലെ? എ എന്ന് പറയുന്ന അറേക്കകത്ത് ബിഗിനിങ് 0, അത് മാറുന്നില്ല. ഓക്കെ, 0, 1, 2 ഇത്രേ കൊടുക്കുന്നുള്ളൂ. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന വെച്ചിട്ടാണ്, അൽഗോരിതം എഴുതി വെച്ചിരിക്കുന്ന വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഗ്രൂപ്പ് അങ്ങ് അപ്ഡേറ്റ് ചെയ്തു. ഇത്രേ കൊടുക്കുന്നത്. അപ്പൊ ഇവിടുത്തെ വാല്യൂസ് എത്രയാണ്? 18, 28, 38. അപ്പം പുതിയ സിറ്റുവേഷനിൽ ബിഗിനിങ് ഈക്വൽ ടു എത്രയാണ്? 0യും എൻഡ് ഈക്വൽ ടു എത്രയാണ്? 2. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും? നമ്മൾ ഇവിടുന്ന് ആരെ കോൾ ചെയ്തിരിക്കുന്നത്? സെർച്ചിനെ കോൾ ചെയ്തിരിക്കുമല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ സെർച്ച് വർക്ക് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ മിഡിൽ കണ്ടുപിടിക്കും. മിഡിൽ ഈക്വൽ 2. ബിഗിനിങ് എത്രയാണ്? ഇപ്പം 0. ഇപ്പം കോൾ ചെയ്തപ്പം. ഓക്കെ, എൻഡ് ഈക്വൽ ടു എത്രയാണ്? 2 by 2 ഈക്വൽ ടു എത്ര വരും? നമുക്ക് 1 വരും അല്ലെ? ഇനി എന്ത് നോക്കും നമ്മൾ? ഓക്കെ, എ ഓഫ് 1 ഈക്വൽ ടു 18 ആണോ നോക്കും. 18 ആണോ? എ ഓഫ് 1 ഈക്വൽ ടു 18 ആണോ? അല്ല, 28 ആണ്. അപ്പൊ എന്തായാലും കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് എന്താണ്? ഈ പറയുന്ന കീ ലെസ് ഓർ ഗ്രേറ്റർ ആണോ നോക്കും. ഇവിടെ എന്താണ്? ഇവിടെ എ ഓഫ് മിഡ് എത്രയാണ്? 28ഉം കീ എത്രയാണ്? 18ഉം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്? ഈ പോർഷൻ തന്നെയാണ് പിന്നെയും കയറുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ്? എൻഡ് അപ്ഡേറ്റ് ചെയ്യും. എൻഡ് ഈക്വൽ ടു എത്രയായിട്ട് മാറും? മിഡ് -1. മിഡ് ഇപ്പൊ എത്രയായിരുന്നു? 1. അപ്പം എൻഡ് എത്രയായിട്ട് മാറും? 0. പിന്നെയും കോൾ ചെയ്യും. എങ്ങനെയാണ് നമ്മൾ കോൾ ചെയ്യുന്നത്? കോൾ ചെയ്യുമ്പോഴത്തേക്ക് സെർച്ച് അല്ലെ? എ കോമ ബിഗിനിങ് എത്രയാണ്? 0. എൻഡ് എത്രയാണ്? 0. കീ എത്രയാണ്? 18. ഇങ്ങനെ കോൾ പോകുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും? പിന്നെയും നമ്മുടെ ഈ സെർച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഏത് ഗ്രൂപ്പിനകത്താണ്? ഒറ്റ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ബിഗിനിങ് എൻഡ് അയാൾ തന്നെയാണ് അല്ലെ? കാര്യം നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഗ്രൂപ്പ് അങ്ങനെയല്ലേ? അപ്പൊ ഇവിടെ എത്രയാണ് വാല്യൂ? 18. അപ്പൊ മിഡ് കണ്ടുപിടിക്കുമ്പോൾ എത്ര വരും? നമുക്ക് മിഡ് ഈക്വൽ ടു 0 + 0 / 2 ഈക്വൽ ടു എത്ര വരും? 0. ദെൻ അടുത്ത കണ്ടീഷൻ നോക്കുന്നത് എന്താണ്? മിഡ് ഈക്വൽ ടു ബിഗിനിങ് എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണെന്ന് നോക്കും. നോക്കിയപ്പോൾ എന്താണ്? എ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് പറയും? എലമെന്റിനെ കണ്ടു എന്ന് പറയും. അപ്പൊ നമ്മൾ എത്രാമത്തെ കമ്പാരിസനകത്താണ് ആളെ കിട്ടിയത്? അല്ലെങ്കിൽ എത്രാമത്തെ കോളിനകത്താണ് ആളെ കിട്ടിയത്? എത്രാമത്തെ കോളിനകത്താണ്? ആദ്യം ഈ ഗ്രൂപ്പിലാണ് നമ്മൾ നോക്കിയത്, പിന്നീട് ഈ ഗ്രൂപ്പ്, പിന്നെന്താണ് ഈ ഗ്രൂപ്പ് അല്ലെ? അപ്പം തേർഡ് ടൈമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്? ആളെ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോണേ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പ്രോഗ്രാമർ ലെവൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ കിടപ്പുണ്ടേ. സപ്പോസ് ദ നമ്പേഴ്സ് ഒന്ന് നോക്കിയേ. സപ്പോസ് ദ നമ്പേഴ്സ് 18, 25, 34, 12, 16, 23, 33, 69, 71, 48 are inserted in this order into a binary search tree. പഠിക്കാനുള്ളതാണ് ബൈനറി സെർച്ച് ട്രീ. വാട്ട് ഈസ് ദ പ്രീ ഓർഡർ ട്രാവേഴ്സൽ സീക്വൻസ് ഓഫ് ദ റിസൾട്ടന്റ് ട്രീ? ഒന്ന് ചെയ്ത് ആൻസർ ചെയ്തേ. ഒന്ന് ചെയ്ത് ആൻസർ എടുത്തത്. നമുക്ക് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ. വാല്യൂസ് തന്നിട്ടുണ്ട്, ട്രീ കൺസ്ട്രക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് എഴുതുക? അതിന്റെ പ്രീ ഓർഡർ എഴുതുക. ഇത്രയുള്ള കേസ്. ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. ഒന്ന് ട്രീ ആദ്യം കൺസ്ട്രക്ട് ചെയ്യുക. BST ആണെന്ന് പറയുന്നുണ്ട്, അത് ഞാൻ അവിടെ നോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഒരാൾ ഓപ്ഷൻ എ പറയുന്നു, അടുത്ത ആൾ ഓപ്ഷൻ ബി പറയുന്നു. കുറച്ചൊരു ഓപ്ഷൻ എ, ഒരാൾ ഓപ്ഷൻ എ, 3 പേര് ഓപ്ഷൻ ബി പറഞ്ഞു. അപ്പൊ ഞാനത് ചെയ്ത് കാണിക്കാം. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് വെച്ച് നമുക്ക് ആദ്യം ട്രീ കൺസ്ട്രക്ട് ചെയ്യാം. ആദ്യത്തെ വാല്യൂ എത്രയാണ്? 18. അയാളെ തന്നെ നമ്മൾ റൂട്ട് ആയിട്ട് എടുക്കുക. ഓക്കെ, ഇനി അടുത്ത എത്രയാണ്? 25. അപ്പൊ നമുക്കറിയാലോ BSTയുടെ റൂൾ എന്തായിരുന്നു? ലെഫ്റ്റ് ചൈൽഡ് എന്ന് പറയുന്നത് ലെസ് ദാൻ നോഡും അല്ലെ പേരന്റും, റൈറ്റ് ചൈൽഡ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രേറ്റർ ദാൻ നോഡും. അങ്ങനെ വേണം വർക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. അപ്പൊ 18 അടുത്ത വാല്യൂ എത്രയാണ്? 25. അത് ഗ്രേറ്റർ ദാൻ എന്താണ്? 18 ആണ്. അപ്പൊ എന്ത് ചെയ്തു? 25 ഇവിടെ പ്ലേസ്. എപ്പോഴും നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നതിനോട് ലീഫ് ആയിട്ട് മാത്രമേ ഇൻസേർട്ട് ആവത്തുള്ളൂ. ഇനി അടുത്ത കാര്യം, അപ്പൊ 18 25 ഇൻസേർട്ട് ആയി. അടുത്ത എത്രയാണ്? 34. അപ്പൊ 18 ഒക്കെ ഗ്രേറ്റർ ആണ്, 25 ഒക്കെ ഗ്രേറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? 34 ഇവിടെ പ്ലേസ് ആവും. അടുത്ത എത്രയാണ്? 12. 18 ഒക്കെ ലെസ് ആണ് അല്ലെ? ഇവിടെ ആളില്ല, നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ 12നെ പ്ലേസ് ചെയ്യും. ഇനി അടുത്ത 67. 18 ഒക്കെ ഗ്രേറ്റർ ആണ്, 25 ഒക്കെ ഗ്രേറ്റർ ആണ്, 34 ഒക്കെ ഗ്രേറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 67. അടുത്ത 23. 18 ഒക്കെ ഗ്രേറ്റർ ആണ്, ബട്ട് 25 ഒക്കെ ലെസ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ പ്ലേസ് ചെയ്യാം നമ്മുടെ 23. നെക്സ്റ്റ് വൺ 33. 33 ആകുമ്പോൾ 18 ഒക്കെ ഗ്രേറ്റർ, 25 ഒക്കെ ഗ്രേറ്റർ, 34 ലെസ്. ഇങ്ങനെയാണെങ്കിൽ ഇവിടെയാണ് ആര് വരുന്നത്? 33 വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ 69. 18 ഒക്കെ ഗ്രേറ്റർ, 25 ഗ്രേറ്റർ, 34 ഗ്രേറ്റർ, 67 ഒക്കെ ഗ്രേറ്റർ ആണ്. 69 ഇവിടെ. ദെൻ 71. 71 എന്ന് പറയുമ്പോൾ
18 ഗ്രേറ്റർ, 25 ഗ്രേറ്റർ, 34 ഗ്രേറ്റർ ആണ്, 67, 69 അതിലും ഗ്രേറ്റർ ആണ്. അപ്പൊ 71 ഇവിടെ പ്ലേസ് ആണ്. അടുത്ത 48, 18 ഗ്രേറ്റർ, 25 ഗ്രേറ്റർ, 34 ഗ്രേറ്റർ, ഓക്കെ 67 ലെസ് ആണ് വരുന്നത്. 48 ഇവിടെ പ്ലേസ് ആണ്. അപ്പൊ ട്രീ ആയി അല്ലെ. ഇനി അവരെന്താ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഇസ് ദ പ്രീ ഓർഡർ ട്രാവേഴ്സൽ അല്ലെ. അപ്പൊ നമ്മൾ അടുത്തത് പ്രീ ഓർഡർ എന്താണെന്ന് അറിയാം. എന്തായിരുന്നു പ്രീ ഓർഡർ? എന്തായിരുന്നു പ്രീ ഓർഡർ ആകുമ്പോൾ നമ്മൾ വിസിറ്റ് ചെയ്യുന്നത് പോകേണ്ട ഓർഡർ എങ്ങനെയാണ്? റൂട്ട് അല്ലെ, ദെൻ ലെഫ്റ്റ് സബ് ട്രീ, ദെൻ എന്താണ് റൈറ്റ് സബ്. ഇതാണ് ഓർഡർ പോകേണ്ടത്. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 18 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അതാണ് ആ ഒരു ട്രീയുടെ എന്താന്ന് പറയുന്ന റൂട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഔട്ട്പുട്ടിൽ 18 അല്ലെ. ഇനി എന്ത് ചെയ്യണം? റൂട്ട് കഴിഞ്ഞ പിന്നെ ലെഫ്റ്റിലേക്കാണ് വേണ്ട. അപ്പൊ നമ്മൾ ലെഫ്റ്റിൽ വന്നു, ലെഫ്റ്റ് സബ് ട്രീയിൽ വന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക? സെയിം ഇപ്പൊ അപ്ലൈ ചെയ്ത അതേ പ്രൊസീജിയർ അപ്ലൈ ചെയ്യുക. ആദ്യം എന്ത് ചെയ്യുക? അതിന്റെ ആ സബ് ട്രീയുടെ റൂട്ടിനെ പിടിക്കുക. അപ്പൊ എന്താണ്? 12 ആണ് അല്ലെ. ഇപ്പം തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ആൻസറിലേക്ക് എത്താം. കാര്യം 18, 12 ആൻസർ വരുന്ന ഈ ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അവിടെ വെച്ച് വേണമെങ്കിൽ ആൻസർ എഴുതാം. എക്സാമിന് അവിടെ വരെ മതി. ദെൻ നമുക്കിത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാക്കിയും കൂടെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ അടുത്ത 18 ആയി 12 ആയി. ഇനി അടുത്ത എന്താണ്? ഇതിന് ഇനി എന്തില്ല, ലെഫ്റ്റ് റൈറ്റും ഇല്ല അല്ലെ. അപ്പൊ അവിടുന്ന് കയറി തിരിച്ചു വരിക. 18 ലെഫ്റ്റ് നമ്മൾ കവർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം? 18 റൈറ്റിലേക്ക് വരണം. റൈറ്റിലേക്ക് വന്നപ്പോൾ എവിടെ വന്നു? 25. അപ്പൊ ആദ്യം അതിന്റെ റൂട്ട് അങ്ങ് എഴുതുക, 25. ഇനി എന്ത് ചെയ്യണം? ഇതിന്റെ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് ചെയ്തിട്ട് റൈറ്റ് സബ് ട്രീയിൽ പോകാൻ പാടുള്ളൂ. അപ്പൊ എവിടെ വന്നു? ഇവിടെ വന്നു അല്ലെ, 23. അതിന്റെ റൂട്ട് എഴുതി 23. ഓക്കെ, ദെൻ 23ക്ക് ലെഫ്റ്റ് റൈറ്റും ഇല്ല. അപ്പൊ 25ന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി. നമുക്ക് റൈറ്റ് സൈഡ് കയറാം. അപ്പൊ അവിടെ ആര് വന്നു? 34 റൂട്ട് ആയിട്ടുള്ള സബ് ട്രീ. അപ്പൊ നമ്മൾ എന്ത് എഴുതും? 34. ഇനി 34ന്റെ ലെഫ്റ്റ് സൈഡ് കവർ ചെയ്തിട്ട് 34ന്റെ റൈറ്റ് സൈഡ് വരാം, 33. അപ്പം 33 എഴുതി. ഇനി ഇതിന് ലെഫ്റ്റ് റൈറ്റോ ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 34ന്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ആയി. ദെൻ എവിടെ വരാം? റൈറ്റില്. റൈറ്റിൽ വന്നപ്പം റൂട്ട് എത്രയാണ്? 67. അത് എഴുതി നമ്മൾ. ഇനി 67ന്റെ ലെഫ്റ്റ് സബ് ട്രീ കവർ ചെയ്തിട്ട് റൈറ്റ് സബ് ട്രീ വരിക. അപ്പൊ എത്രയാണ്? 48 അല്ലെ. ഇനി 48ന് ലെഫ്റ്റ് റൈറ്റ് ഇല്ലാത്തത് കാരണം നമുക്ക് എന്ത് ചെയ്യാം? 67ന്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാം. ഇനി എങ്ങോട്ട് പോകാം? നമ്മൾ റൈറ്റിലേക്ക് പോകും. റൈറ്റിലേക്ക് പോയപ്പോൾ ആര് വന്നു? 16. ഇനി അയാൾക്ക് ലെഫ്റ്റ് ഇല്ല. ദെൻ റൈറ്റ് സബ് ട്രീയിലേക്ക് പോകാം. ആരാ വന്നത്? 71. ഇനി 71ന് ലെഫ്റ്റോ റൈറ്റോ ഇല്ല. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസർ ആയി. ഇതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ഒരാൾക്ക് തെറ്റിപ്പോയി തോന്നുന്നു. ക്ലിയർ ആണോ ചെയ്തിരിക്കുന്നത്? ക്ലിയർ ആണോ എല്ലാവർക്കും? നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതെല്ലാം PSCയുടെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഇസ് ദ കറക്റ്റ് പ്രീ ഓർഡർ ട്രാവേഴ്സൽ ഓഫ് ദ ഫോളോയിങ് ബൈനറി ട്രീ. ഒരു ബൈനറി ട്രീ വന്നിട്ടുണ്ട്, അതിന്റെ പ്രീ ഓർഡർ ട്രാവേഴ്സൽ എന്താണെന്ന് ചോദിച്ചത്. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്ന് നോക്കിയിട്ടെന്ന് പറഞ്ഞതിന്റെ ആൻസർ എന്താണ്? ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. ഈ മഹിജയുടെ ആൻസർ വന്നിട്ടുണ്ട് ഓപ്ഷൻ എ. ബാക്കിയുള്ളവരോട് ആൻസർ ചെയ്യണേ. ജസ്റ്റ് ഒരു ട്രീ വന്നിട്ട് പ്രീ ഓർഡർ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രണ്ടുപേരുടെ ആൻസർ വന്നു. രണ്ടുപേരും ഓപ്ഷൻ എ ആണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ആൾ ഓപ്ഷൻ എ ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇതിന്റെ ആൻസർ എത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഒരു ട്രീ നമ്മൾ ട്രാവേഴ്സ് ചെയ്യാൻ, ബൈനറി ട്രീ നമുക്ക് ട്രാവേഴ്സ് ചെയ്യാൻ 3 ഓർഡറുകളാണ് നമുക്ക് വരുന്നത്. ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്രീ ഓർഡർ, അടുത്ത ഏതായിരുന്നു? ഇൻ ഓർഡർ, അടുത്ത ഏതായിരുന്നു? പോസ്റ്റ് ഓർഡർ. ഓക്കെ, അപ്പം ട്രീയുടെ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ റൂട്ടിന്റെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, റൂട്ട് ആദ്യമാണെങ്കിൽ ട്രീ, റൂട്ട് ഇൻ ബിറ്റ്വീൻ ആണെങ്കിൽ ഇൻ, റൂട്ട് അവസാനമാണെങ്കിൽ പോസ്റ്റ്. ഇങ്ങനെ ആദ്യം ഓർത്തിരിക്കും. ഇനി അടുത്ത ഓർക്കേണ്ടത് ലെഫ്റ്റ് കഴിഞ്ഞിട്ട് റൈറ്റ് വരത്തുള്ളൂ. അപ്പം പ്രീ ഓർഡറിൽ എങ്ങനെ ആയിരിക്കും? റൂട്ട്, ദെൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ്. ഇൻ ഓർഡർ ആകുമ്പോഴത്തേക്കോ റൂട്ട് മിഡിലാണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആരെ കൊടുക്കാം? നമുക്ക് ലെഫ്റ്റ്. റൂട്ട് കഴിഞ്ഞിട്ട് ആരെ കൊടുക്കാം? റൈറ്റ്. ഇനി പോസ്റ്റ് ഓർഡർ ആകുമ്പോഴത്തേക്ക് അവസാനമാണ് റൂട്ട്. അപ്പൊ എന്ത് ചെയ്യാം? ആദ്യം ലെഫ്റ്റ്, ദെൻ റൈറ്റ്, ദെൻ റൂട്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ട്രീയുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? പ്രീ ഓർഡർ ട്രാവേഴ്സലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം വിസിറ്റിങ്ങുകളെല്ലാം നമ്മൾ, അല്ലെങ്കിൽ ട്രാവേഴ്സലെല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? റൂട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഇവിടെ എന്താണ്? പ്രീ ഓർഡർ ആണ്. അപ്പൊ ആദ്യം റൂട്ടിനെ നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാം. അപ്പൊ എത്ര വരും നമുക്ക്? 14. അപ്പം തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഒരു റൂട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ലെഫ്റ്റ് സബ് ട്രീ കംപ്ലീറ്റ് വിസിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് വരാൻ പാടുള്ളൂ? റൈറ്റ് സബ് ട്രീയിലേക്ക് വരാൻ പാടുള്ളൂ. അപ്പൊ എന്ത് ചെയ്തു? നമ്മൾ ലെഫ്റ്റിൽ വന്നു. ലെഫ്റ്റിൽ വന്നപ്പം ഏതാണ്? നോഡ് 2 അല്ലെ. ആ സബ് ട്രീയിൽ വന്നപ്പം സെയിം പ്രൊസീജിയർ പിന്നെ അപ്ലൈ. എന്താണ്? ആദ്യം അതിന്റെ റൂട്ട് വിസിറ്റ് ചെയ്യാം. അപ്പൊ എത്ര വരും നമുക്ക്? 2. ഓക്കെ, അപ്പൊ രണ്ടുപേരും സെയിം, എയും ബിയും ആണെങ്കിലും സെയിം എന്താണ് 14, 2 തന്നെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്താണ്? 2 വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് റൈറ്റിലേക്ക് വരാം. അപ്പൊ അയാളുടെ ലെഫ്റ്റിൽ ആരാണ് നിൽക്കുന്നത്? 1. അപ്പോൾ 1 വന്നു. ഇനി 1ന് ലെഫ്റ്റോ റൈറ്റോ ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് 2ന്റെ ലെഫ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? 2ന്റെ
റൈറ്റ് കംപ്ലീറ്റ് ചെയ്യണം. റൈറ്റിൽ ആരാ വരുന്നത് 3. അപ്പൊ നമ്മൾ എന്ത് എഴുതി 3. ഓക്കെ, ദെൻ എന്ത് ചെയ്തു നമ്മൾ ഈ പറയുന്നതൊക്കെ തന്നെ 14ന്റെ ലെഫ്റ്റ് സൈഡ് നമ്മൾ ഫുള്ള് കവർ ചെയ്തു. 14 എന്ത് ചെയ്യാം, നമുക്ക് റൈറ്റ് സൈഡിൽ പോകാം. അപ്പൊ ആരാണ് ആദ്യം കാണുന്നത്, നമ്മൾ 11 അല്ലെ, ആ സബ്ട്രീയുടെ റൂട്ട് ആരാണ് 11. അപ്പൊ 11 എഴുതി. ഇനി എന്ത് ചെയ്യണം, 11ന്റെ ലെഫ്റ്റ് കവർ ചെയ്തിട്ട് നമ്മൾ എവിടെ വരാവും, റൈറ്റിൽ വരാവും. അപ്പൊ ലെഫ്റ്റിൽ ആരാണ് 10 റൂട്ട് ആയിട്ടുള്ള സബ്ട്രീയാണ് നടക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് എഴുതി 10. ഇനി അതിന്റെ ലെഫ്റ്റ് കവർ ചെയ്യുക, അപ്പൊ എത്ര വന്നു 7. ഇനി അതിന്റെ റൈറ്റ് കവർ ചെയ്യുക, എത്ര വന്നു 40. ദെൻ 11ന്റെ ലെഫ്റ്റ് കവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി എന്താണ് 11ന്റെ റൈറ്റ് എടുക്കുക, അപ്പൊ എത്ര വരും 30. അപ്പൊ ആൻസർ വരുന്നത് 14, 2, 1, 3, 11, 10, 7, 40, 30. അതാണ് ആൻസർ വരുന്നത്. പക്ഷെ ഇവിടെ ഓപ്ഷൻ എക്കകത്ത് ഈ രണ്ട് വാല്യൂസ് മാറിപ്പോയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കും ഇങ്ങനെ തന്നെയാണോ കിട്ടിയത്? അവസാനത്തെ രണ്ട് വാല്യൂസ് ഒന്ന് നോക്കിയേ. നമുക്ക് 11 കഴിഞ്ഞിട്ട് 30 വിസിറ്റ് ചെയ്യണമെങ്കിൽ 11ന്റെ ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് കവർ ചെയ്യണ്ടായിരുന്നോ? ആ എ ആൻസർ ചെയ്ത ആൾക്കാരോടാണ്. ക്വസ്റ്റ്യൻ അപ്പം ഡിലീറ്റിൽ പോയതായിരിക്കും. ഒറിജിനൽ ആൻസർ വരുന്നത് 7 കഴിഞ്ഞിട്ട് 14 കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് 30 എഴുതാൻ പറ്റുള്ളൂ. അതെ സാർ, അത് മിസ്റ്റേക്ക് ആണ്. ഓക്കെ, അപ്പൊ ആൻസർ അത് ഞാൻ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡയറക്റ്റ് കോപ്പി ചെയ്തെടുത്തതാണ്. ആൻസർ ആദ്യത്തെ രണ്ടെണ്ണം മാത്രം, ആദ്യത്തെ കുറച്ച് മാത്രം നോക്കിയിട്ട് ആൻസർ പറഞ്ഞത് അതാ. ഓക്കെ ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്താൽ മതി. സമയം അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ലാഭം കിട്ടും. ആദ്യത്തെ 3 വാല്യൂസ് ആകുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബാക്കി ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് ആ ഓപ്ഷൻ ഇട്ടതാണ്. ഇപ്പൊ നോക്കുമ്പോൾ സാർ പറഞ്ഞത് ശരി. ഓക്കെ ഓക്കെ, അല്ല ഞാനും ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. കാര്യം അവസാനം വരെ പോയപ്പോഴാണ് മനസ്സിലായത് ക്വസ്റ്റ്യൻ ഡിലീറ്റിൽ പോകുന്നുള്ളത്. ഓക്കെ, നിങ്ങൾ അത്രയും പോകേണ്ട ആവശ്യമില്ല. എവിടെയാണോ നിങ്ങൾക്ക് ആൻസർ സാറ്റിസ്ഫൈ ചെയ്ത് ഓപ്ഷനിൽ നിന്ന് കിട്ടുന്നത് അവിടെ വെച്ച് നിർത്തിയേക്കുക. കാര്യം ആ ബാലൻസ് ടൈം കൂടെ നമുക്ക് മറ്റു ക്വസ്റ്റ്യനിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് ചെയ്തിരുന്നത് എല്ലാവർക്കും ക്ലിയർ ആയിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ പറയുന്നത് ലെറ്റ് P be a singular English, let Q be the pointer to an intermediate node X in the list. Okay, what is the worst case time complexity of the best known algorithm to delete the node X from the list? Option A big of n, option B big of log to the base n ആണ്, log n to the base 2 ആണ്. അടുത്തത് big of അത് log square n ആണ്, big of log n ആണ് C. ഓപ്ഷൻ ബി പറയുന്നത് ബിഗ് ഓഫ് 1. ആൻസർ കിട്ടുന്നവരും ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് നോക്കണം. ക്വസ്റ്റ്യൻ പറയുന്നത് എന്താണെന്ന് വായിച്ചു നോക്കുക. ഒരു ലിങ്ക് ലിസ്റ്റ് ആണ് പി, അതിനകത്ത് ഒരാള് ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു പോയിന്റർ വരുന്നതെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന എലമെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന എക്സിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന വേസ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ മാക്സിമം എന്തുമാത്രം ടൈം വേണമെന്നുള്ളതാണ്. രണ്ടുപേരുടെ ആൻസർ വന്നു, രണ്ടുപേര് എ ആണ് പറഞ്ഞത്. ബാക്കിയുള്ളവരോട് ഒന്ന് നോക്കിയിട്ട് പറയാം ആൻസർ എന്താണ്. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ള കാര്യം. അപ്പൊ ഞാൻ 2 ലിങ്ക് ലിസ്റ്റുകൾ വരയ്ക്കുകയാണ്. ഓക്കെ, ആദ്യം ഞാൻ ഒരു ലിങ്ക് ലിസ്റ്റ് വരച്ചു. അപ്പൊ ഇതിന്റെ പേര് പി. സെയിം അതേ വേറൊരു കേസിൽ ഞാൻ സിറ്റുവേഷനിൽ ഇങ്ങനെ വരച്ചു. ഇതിന് ഇടയ്ക്ക് കുറെ എലമെന്റ്സ് ഉണ്ടെന്ന് നിങ്ങളൊന്ന് അസ്യൂം ചെയ്തോണേ. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു മൂന്നാമത്തെ, ഇത് നമ്മുടെ ഹെഡ് ആണെന്ന് വെക്കുക. ഇവിടെ നമ്മുടെ ഹെഡ് ആണ്. ഇവിടെ ഇതാണ് നമ്മുടെ എക്സ് ഇരിക്കുന്ന നോഡ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇയാളുടെ പോയിന്റർ നമ്മുടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് എത്രാമത്തെയാണ്, മൂന്നാമത്തെയാണ് ആള്. അപ്പം അതേസമയം ഇവിടെ എക്സ് എന്ന് പറയുന്ന നോഡ് ഇതാണ്. ഓക്കെ, അത് ഏകദേശം ഒരു 50-ാമത്തെയാണ്. ഓക്കെ, അപ്പൊ അയാൾ പോയിന്റർ ക്യൂ. അപ്പം ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പി എന്ന് പറയുന്ന ലിങ്ക് ലിസ്റ്റിനകത്ത് ഒരു നോഡിന്റെ പോയിന്റർ അല്ലെങ്കിൽ നോഡിന്റെ പേരാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് ക്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ PTR പറയുന്നതൊക്കെ തന്നെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളെ ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഡിലീറ്റ് ചെയ്യാനായിട്ട് എന്തുമാത്രം ടൈം എടുക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ ഒന്ന് പറയാമോ? ഇപ്പൊ ഞാൻ ഇപ്പം ഈ ഒരു ഫസ്റ്റ് കേസിനകത്ത് അഡ്രസ്സുകൾ ഞാൻ ഇടുവാണ് 10, 20, 30, 40, 50. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ നോഡുകളെ അറിഞ്ഞിരിക്കണം? ക്യൂവിനെ അറിയണമെങ്കിൽ, ക്യൂവിനെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഏതൊക്കെ നോഡുകൾ ഇതിനകത്ത് ഇൻവോൾവ് ആകണം? അവരുടെ അഡ്രസ്സുകൾ പറഞ്ഞാൽ മതി. 30 ഇൻവോൾവഡ് ആവണം. ഓക്കെ, 30 മാത്രം മതിയോ? 30, 50. അതെ,
ഓക്കെ, കറക്റ്റ് ആണ്. കാര്യം ഒരു നോഡിനെ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മീൻസ് ഈ നോഡ് ഡിലീറ്റ് ആവുകയാണെങ്കിൽ പിന്നെ കണക്ഷൻ എങ്ങനെയാ വരേണ്ടത്? ഇങ്ങനെയല്ലേ കണക്ഷൻ വരേണ്ടത് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ ക്യൂവിന്റെ തൊട്ടിപ്പുറത്തുള്ള ആൾ വേണം. ഓക്കെ, അപ്പൊ അയാൾക്ക് നമുക്ക് PTR എന്നുള്ള പേര് കൊടുക്കാം. ഇനി ക്യൂവിന്റെ റൈറ്റ് സൈഡിലുള്ള ആളെ നമുക്ക് വേണം, അയാൾക്ക് നമുക്ക് PTR1 എന്നുള്ള പേര് കൊടുക്കാം. ഓക്കെ, അപ്പം ക്യൂ അറിയാന്നുണ്ടെങ്കിൽ PTR1 അറിയാൻ പ്രശ്നമൊന്നുമില്ല. എങ്ങനെ കൊടുത്താൽ മതി? PTR1 ഈക്വൽ ടു Q.link എന്ന് കൊടുത്താൽ മതി അല്ലെ? ഒറ്റ സ്റ്റെപ്പിൽ ആളെ കിട്ടും. അതേസമയം ക്യൂവിൽ നിന്ന് PTR കണ്ടെത്താൻ നമുക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. കാര്യം എന്താണ്? നമുക്കറിയാം സിംഗിളി ലിങ്ക് ലിസ്റ്റ് ആണെന്ന് അവർ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ സിംഗിളി ലിങ്ക് ലിസ്റ്റിൽ ലെഫ്റ്റിൽ ഇരിക്കുന്ന ആളെ കുറിച്ച് ഒരു ഇൻഫർമേഷൻ ഒരു നോഡും എന്ത് ചെയ്യുന്നില്ല, സ്റ്റോർ ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ അവിടെ എങ്ങനെയായിരിക്കണം വേണ്ടത്? ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് 1 by 1 ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് നീങ്ങി എപ്പോഴാണോ X കാണുന്നത് അതിന് തൊട്ട് മുന്നേയുള്ള നോഡ് വേണം നമ്മൾ എന്തായിട്ട് അസൈൻ ചെയ്യാൻ? PTR. അപ്പൊ നമ്മൾ അവിടെ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യും? രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ കമ്പാരിസണകത്ത് ആളെ കിട്ടും. അതേസമയം ഇവിടെ 50ാമത്തെ നോഡാണെങ്കിലും 48ാമത്തെ സിറ്റുവേഷനിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആളെ കിട്ടുന്നത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ പറയുന്ന തന്നെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഓക്കെ, എന്താണ് ലിങ്ക് ലിസ്റ്റിനകത്ത് നോഡിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ചെക്കിങ്ങിന്റെ എണ്ണം എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും? മാക്സിമം കൂടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതിൽ നിന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി നോക്കിയേ, കോൺസ്റ്റന്റ് ടൈം ആണോ? അല്ല. കാര്യം എന്താണ്? ഇപ്പൊ നമ്മളിവിടെ മൂന്നാമത്തെ കേസിനകത്ത് 50ാമത്തെ കേസിനകത്ത് നമുക്ക് സെയിം ടൈം അല്ല കിട്ടിയിരിക്കുന്നത്, കോൺസ്റ്റന്റ് ടൈം അല്ല. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ലിസ്റ്റിന്റെ ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പൊ ഓപ്ഷൻ ബി എല്ലാം ഉറപ്പിക്കാം. ഇനി ഓപ്ഷൻ എ ഒന്ന് നോക്കിയാൽ, ഓപ്ഷൻ എ എന്താ പറഞ്ഞിരിക്കുന്നത്? ബിഗ് ഓഫ് എൻ, മീനിങ് എന്താണ്? ടൈം അല്ലെ? ടൈം എടുക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? നമ്പർ ഓഫ് നോട്ട്സ് ആണ്. അതാണ് അത് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് ഈക്വൽ അല്ലേ? ആ ഒരു കോൺസെപ്റ്റിലല്ലേ പറഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചോണേ. ഇതും ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇംഗ്ലീഷിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരും. ഇപ്പൊ ഇതൊരു ഇൻഡയറക്റ്റ് മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്തത് നമ്മൾ സ്ഥിരം സാധനം, ദ പോസ്റ്റ് ഫിക്സ് എക്സ്പ്രഷൻ ഓഫ് ദ ഇൻഫിക്സ് എക്സ്പ്രഷൻ. അപ്പൊ ഇവിടെ ഒരു ഇൻഫിക്സ് എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്, അതിന്റെ പോസ്റ്റ് ഫിക്സ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആൻസർ ചെയ്യാമോ? രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഒന്ന് സ്റ്റാക്ക് യൂസ് ചെയ്തിട്ടും അല്ലാതെ അടുത്തത് ഷോർട്ട് കട്ട് മെത്തേഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷോർട്ട് കട്ടിലിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തേ. ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടണേ. ആൻസർ കിട്ടുന്നവർ ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് ഇടുക. ഞാനുടെ ഒരാളുടെ ഓപ്ഷൻ വന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി. നമുക്ക് നോക്കാം. 3 പേരുടെ ആൻസർ വന്നു. 3 പേരും ഓപ്ഷൻ ബി ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഇത് നമ്മുടെ സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാലും ഈ ഒരു ക്വസ്റ്റ്യൻ കാണും, ഏതെങ്കിലും ഒരു കൺവേർഷൻ. അപ്പൊ ഞാൻ ആദ്യം ആ ഒരു ക്വസ്റ്റ്യൻ എഴുതുവാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ് പ്ലസ് വൈ സ്റ്റാർ ഇസഡ് പ്ലസ് ഡബ്ല്യു സ്ലാഷ് ഐ ഓക്കെ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജെ. ഇതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇതാണ് നമ്മളുടെ ഇൻഫിക്സ്. ഓക്കെ, അതിനെയാണ് നമുക്ക് എങ്ങോട്ട് മാറ്റേണ്ടത്? പോസ്റ്റ് ഫിക്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ ആദ്യം ഇൻഫിക്സ് എന്താന്ന് പറയാം. നമുക്ക് എക്സ്പ്രഷൻ 3 രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഇൻഫിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു കോൺസെപ്റ്റ്? ഓപ്പറന്റ് 1, ഓപ്പറേറ്റർ, ഓപ്പറന്റ് 2. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പ്ലസ് ബി. ഇനി അടുത്ത എന്താണ്? പ്രിഫിക്സ്. ഇവിടെ നമ്മൾ മറ്റടുത്ത് നമ്മൾ ഇൻ ഓർഡർ പ്രീ ഓർഡറിനകത്തൊക്കെ റൂട്ട് വെച്ച് പറയുന്നതിന് വരെ ഇവിടെ ഓപ്പറേറ്റർ വെച്ച് പറഞ്ഞാൽ ഓക്കെ. അപ്പൊ പ്രിഫിക്സ് ആകുമ്പോഴത്തേക്ക് ആദ്യം ഓപ്പറേറ്റർ, പിന്നീട് ഓപ്പറന്റ് 1, പിന്നീട് ഓപ്പറന്റ് 2. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇത് തന്നെ പറയുകയാണെങ്കിൽ പ്ലസ് എ ബി. അടുത്ത ഏതായിരുന്നു? പോസ്റ്റ് ഫിക്സ് അല്ലെ? അപ്പൊ അവിടെ റൂട്ട് എന്ത് ചെയ്യണം? ഓപ്പറേറ്റർ ഏറ്റവും അവസാനം പോകണം. അങ്ങനെയാണെങ്കിൽ ഓപ്പറന്റ് 1, ഓപ്പറന്റ് 2, ദെൻ ഓപ്പറേറ്റർ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ബി പ്ലസ്. ഇതാണ് കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ പ്ലസ് ബി വരുവാണെങ്കിൽ എ ബി പ്ലസിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കോൺസെപ്റ്റിൽ ഇതിനെ മാറ്റാനാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഷോർട്ട് കട്ട് മെത്തേഡ് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമുക്ക് ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം ആദ്യം സോൾവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്, അപ്പൊ അത് നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അപ്പൊ അതിനുള്ളിൽ കിടക്കുന്ന കണ്ടന്റ് എന്താണ്? ഇസഡ് പ്ലസ് ഡബ്ല്യു. അപ്പൊ ഇസഡ് പ്ലസ് ഡബ്ല്യുവിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇസഡ് ഡബ്ല്യു പ്ലസ് എന്ന് എഴുതാം. ഓക്കെ, ബാക്കി അവിടെ നിൽക്കട്ടെ. എക്സ് പ്ലസ് വൈ സ്റ്റാർ ഇസഡ് പ്ലസ് ഡബ്ല്യു എങ്ങനെ നമ്മൾ എഴുതും? ഇസഡ് ഡബ്ല്യു പ്ലസ് എന്ന് എഴുതും. ഇതിന് ഒറ്റ ഓപ്പറന്റ് ആയിട്ട് വേണം നിങ്ങൾ കൺസിഡർ ചെയ്യാൻ. സ്ലാഷ് ഐ പ്ലസ് ഡബ്ല്യു ഇൻറ്റു ജെ അല്ലെ? ഇനി ഇപ്പൊ നമുക്ക് എന്താണ്? ഇതിനകത്ത് ബ്രാക്കറ്റ്സ് അങ്ങനെയൊന്നും വരുന്നില്ല. ഇനി ഇതിനകത്ത് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെ വരുന്നത്? പ്ലസ് വരുന്നുണ്ട് അല്ലെ, സ്റ്റാർ വരുന്നുണ്ട്, ദെൻ സ്ലാഷ് വരുന്നുണ്ട്, അടുത്ത എന്ത് വരുന്നുണ്ട്? ഒരു പ്ലസ് വരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി പ്രസിഡൻസ് കൂടുതൽ ആർക്കാണെന്ന് നോക്കിയപ്പോഴത്തേക്ക് നമ്മൾ കണ്ടു സ്റ്റാറിന് സ്ലാഷിന് ഈക്വൽ പ്രസിഡൻസ് ആണ്. ഓക്കെ, പ്ലസിനേക്കാൾ കൂടുതൽ അവർക്ക് രണ്ടുപേർക്ക് എന്താണ്? ഈക്വൽ പ്രസിഡൻസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് നോക്കും? ഇതിന്റെ അസോസിയേറ്റിവിറ്റി നോക്കി. അപ്പൊ എന്താണ് കാണുന്നത്? ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം സോൾവ് ചെയ്യേണ്ടത് ലെഫ്റ്റിൽ കിടക്കുന്ന എന്താണ്? ഓപ്പറേറ്റർ. അപ്പൊ ആരാണ്? ഈ ഒരു ഓപ്പറേറ്ററിനെ സോൾവ് ചെയ്യണം. ഏതാണ്? ഈ സ്റ്റാർ.
അത് കഴിഞ്ഞിട്ട് ഈ സ്ലാഷ്, അത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാർ, ഇങ്ങനെ വേണം ഓർഡർ പോകാൻ. കാര്യം ഇവർക്ക് മൂന്നുപേർക്കും സെയിം പ്രസിഡൻസ് ആണ്. അപ്പൊ നമ്മൾ അസോസിയേറ്റ് നോക്കിയപ്പോൾ ലെഫ്റ്റ് ടു റൈറ്റ് ആയതുകൊണ്ട് ലെഫ്റ്റ് സോൾവ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട് റൈറ്റ് കയറി പോകാനായിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം. അപ്പം ഓപ്പറന്റ് 1 ആരാണ് വൈയും, ഓപ്പറന്റ് 2 എന്ന് പറയുന്നത് ZW പ്ലസ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ്, അത് തുടണ്ട വൈ. ഓക്കെ, ഫസ്റ്റ് ഓപ്പറന്റ്, സെക്കൻഡ് ഓപ്പറന്റ് ZW പ്ലസ്, ദെൻ ഓപ്പറേറ്റർ ആരാണ്, സ്റ്റാർ. ഇനി ഇതിപ്പം ഒരു ഓപ്പറന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ സ്ലാഷ് I പ്ലസ് W ഇൻറ്റു ജെ. ഇനി നമുക്ക് അടുത്ത സോൾവ് ചെയ്യാനുള്ള ആരാണ്, ഈ സ്ലാഷിന്. കാര്യം എന്താണ്, രണ്ട് ഓപ്പറേറ്ററിന് അതിന് പ്രസിഡൻസ് കൂടുതൽ, സ്ലാഷിനും സ്റ്റാറിനും. ഓക്കെ, അപ്പൊ അത് എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, സ്ലാഷിന്റെ ഓപ്പറന്റ് 1 ആയിട്ട് ഈ ഒരു വലിയ ടൈമിനെയും ഓപ്പറന്റ് 2 ആയിട്ട് ഐ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് YZW പ്ലസ് സ്റ്റാർ. ഓക്കെ, ദെൻ ഐ, ദെൻ സ്ലാഷ് ഒറ്റ ടൈം ആയിട്ട് എഴുതുക, ദെൻ പ്ലസ് W ഇൻറ്റു ജെ. ഓക്കെ, ഇനിയിപ്പോ ഓപ്പറേറ്റർ വരുന്ന പ്ലസ് പ്ലസ് സ്റ്റാർ വരുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം സ്റ്റാറിനെ സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാം, എക്സ് പ്ലസ് YZW പ്ലസ് സ്റ്റാർ ഐ സ്ലാഷ് പ്ലസ് W ജെ സ്റ്റാർ. ഇനിയിപ്പോ നമുക്ക് ഇതൊരു ടൈമാണ്, ഇതൊരു ടൈമാണ്. ഓക്കെ, 3 ഓപ്പറൻസ് വരുന്നത്, 2 ഓപ്പറേറ്റർ വരുന്നുണ്ട്. അത് രണ്ട് എന്ത് തന്നെയാണ്, നമുക്ക് പ്ലസ് തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയായിരിക്കും നമ്മൾ എഴുതുന്നത് ഫസ്റ്റ് തന്റെ ഇതും ലെഫ്റ്റ് ടു റൈറ്റ് ആയതുകൊണ്ട് ആദ്യം എന്താണ്, ലെഫ്റ്റ് കിടക്കുന്ന പ്ലസ് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എക്സ് അല്ലെ YZW പ്ലസ് സ്റ്റാർ ഐ സ്ലാഷ് ദെൻ പ്ലസ് അല്ലെ, ദെൻ പ്ലസ് ഇതൊരു ഒറ്റ ടൈമാണ്, പ്ലസ് W ജെ സ്റ്റാർ. ഇനിയിപ്പോ നമുക്ക് ഓരോ ഓപ്പറേറ്ററേ ഉള്ളൂ. അത് നോർമൽ കോൺസെപ്റ്റിൽ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ആൻസർ നമുക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈസ് ചെയ്തേക്കാം. നമുക്ക് വരുന്നത് ഫസ്റ്റ് ഓപ്പറന്റ് ഏതായിരുന്നു, XYZW പ്ലസ് സ്റ്റാർ ഐ സ്ലാഷ് പ്ലസ്, സെക്കൻഡ് ഓപ്പറന്റ് W ജെ സ്റ്റാർ, ദെൻ ഓപ്പറേറ്റർ നമ്മുടെ ആൻസർ. അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതാണ്, XYZW പ്ലസ്. ഓക്കെ, അതാ ഓപ്ഷൻ ബി ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതിനകത്ത് എങ്ങനെ വരുന്നുള്ളൂ, പ്ലസ് സ്റ്റാർ ഓപ്ഷൻ ബിയില് 2 പ്ലസ് ഉണ്ട്, നമുക്ക് കിട്ടിയതില് 2 പ്ലസ് ഇല്ല ലാസ്റ്റ്. ഞാൻ അതാ ആൻസർ ചെയ്യാഞ്ഞത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഡിലീഷനകത്തേക്ക് പോകും. ഞാൻ ഈ ആദ്യത്തെ കുറച്ച് വാല്യൂസ് മാത്രമേ നോക്കിയുള്ളൂ. സാറ് ചെയ്തത് ശരി, അതാ എനിക്കും കിട്ടിയത്. പക്ഷെ ഓപ്ഷൻ ബി നോക്ക്, അത് രണ്ടും സെയിം അല്ല. അല്ല, അപ്പൊ അത് ക്വസ്റ്റ്യൻ ഡിലീറ്റിലേക്ക് പോകും. നമ്മളത് ചെയ്ത് കാണിക്കുന്നു, ഇങ്ങനെ സോൾവ് ചെയ്യുന്നു എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് ഒരു കോൺഫിഡൻസ് തരുവാന്നേ ഉള്ളൂ. അപ്പൊ ക്വസ്റ്റ്യന്റെ ഓപ്ഷൻ റോങ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഓക്കെ, ശരി. അത് ക്വസ്റ്റ്യൻ ഡിലീറ്റിലേക്ക് തന്നെ പോകും, നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിരിക്കുന്നത് ക്ലിയർ ആണോ? ആൻസർ ഓപ്ഷനകത്തില്ല, അതുകൊണ്ട് ഞാനത് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നില്ല. ബിയിലെ ടിക്കറ്റ് വെക്കുന്നത് മാറ്റിയതാ. ശരി, ക്ലിയർ ആണ്. ഒന്നും ഓപ്ഷൻ അല്ല. പിന്നെയും സാറ്റിസ്ഫൈ ചെയ്യാൻ ചാൻസ് ഉള്ള, എനിക്ക് തോന്നുന്നു ഇവിടുന്ന് ഒരു പ്ലസ് പോയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ശരിയായനല്ലേ. അതുമായിരുന്നോ? ആ പ്ലസ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ശരിയാവുമായിരുന്നു അല്ലേ. പ്ലസ് അഡീഷണൽ വന്നു പോയി. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമേ. ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഇത് ഓക്കെ, അൺബാലൻസ്ഡ് ആണോ അല്ലെങ്കിൽ ഉള്ള കോൺസെപ്റ്റിൽ ചോദിക്കുകയാണ്. അൺബാലൻസ്ഡ് ആവുന്നപ്പോഴാണ് ഇത് നമുക്കൊരു ബാലൻസ് ബൈനറി പഠിക്കാനുണ്ടായിരുന്നു. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ആൻസർ കിട്ടുന്നവരൊന്ന് പറയണേ. ആൻസർ കിട്ടുന്നവരൊന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടുക. ഓപ്ഷൻ ബി പറയുന്നുണ്ട് കുറച്ച് പേര്. അപ്പൊ നമുക്കൊരു ബാലൻസ് ട്രീ പഠിക്കാനുണ്ടായിരുന്നു. ഓക്കെ, ബാലൻസ് ട്രീ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് AVL ആണ്, AVL ട്രീ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു സെൽഫ് ബാലൻസിങ് ട്രീ ആണ്. അങ്ങനെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഏതാണ് സെൽഫ് ബാലൻസിങ് ട്രീ എന്നുള്ള രീതിയിൽ. അപ്പൊ വേർഡ് ഓർത്ത് വെച്ചേക്കുക, സെൽഫ് ബാലൻസിങ് ട്രീ ആണ്. മീൻസ് നിങ്ങൾ ഏത് നോഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ, ഇതൊരു ലെഫ്റ്റ് സബ് ട്രീ ആണെന്ന് നോക്കുക, ഇത് അതിന്റെ റൈറ്റ് സബ് ട്രീ ആണെന്ന് നോക്കുക. ഓക്കെ, അപ്പം ഈ രണ്ട് ട്രീയുടെ ഹൈറ്റ് എടുക്കുക. അപ്പൊ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് S1 റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് S2 ആണെന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ S1 മൈനസ് S2 നമ്മൾ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ വാല്യൂ എന്ന് പറയുന്നത് ഈ ഞാൻ പറയാൻ പോകുന്ന 3 വാല്യൂസിൽ ഏതെങ്കിലും ആയിരിക്കും. ഒന്നുകിൽ 1 ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിരിക്കും, അല്ലെങ്കിൽ -1. ഇതിൽ കൂടുതൽ പോകാൻ പാടില്ല. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നോഡ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ ലെഫ്റ്റ് സബ് ട്രീയുടെ ഹൈറ്റ് മൈനസ് റൈറ്റ് സബ് ട്രീയുടെ ഹൈറ്റ്, അതിന് നമ്മൾ പറയുന്ന പേര് ബാലൻസിങ് ഫാക്ടർ എന്നാണ് പറയുന്നത്. ബാലൻസിങ്
ഫാക്ടർ എന്നായിരിക്കും പറയുന്നത്. ആ വാല്യൂ എന്ന് പറയുന്നത് ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ എന്താണ് -1. മീൻസ് ഇത്ര മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സബ്ട്രീയും റൈറ്റ് സബ്ട്രീയും തമ്മിലുള്ള ഹൈറ്റ് വേരിയേഷൻ മാക്സിമം ഒരു വാല്യൂ വരെ 1 വരെ പോകാൻ പാടും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ജിക്ക് ഞാൻ പുതിയൊരു നോഡ് കൂടി ഇതിലൂടെ അറ്റാച്ച് ചെയ്യണമെന്ന് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇല്ലാത്ത വാല്യൂ ആണ്, ഞാൻ ഇവിടെ എച്ച് കൊടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര നോഡുകളാണ് അൺബാലൻസ്ഡ് ആവുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിയേ ജി. ഓക്കെ, ജിയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 1ഉം റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ് 0യും. അപ്പൊ 1 - 0 നമുക്ക് എത്ര വരും? 1 - 0 വരുമ്പോഴത്തേക്ക് ഇത് 1 അല്ലെ, അത് നമുക്ക് ബാലൻസ്ഡ് ആണെന്ന് പറയാം. കാര്യം ഈ 3 വാല്യൂസ് ഏതെങ്കിലും വരുവാണെങ്കിൽ അത് ബാലൻസ്ഡ് ആണ്. ഇനി അടുത്ത സിയുടെ എടുക്കുകയാണെങ്കിലോ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 2ഉം റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? റൈറ്റ് സബ്ട്രീ ഇല്ല അതിന്, അങ്ങനെയാണെങ്കിൽ 0. അപ്പൊ എത്രയായിട്ട് മാറി? 2. അപ്പൊ നമുക്കിത് വാലിഡ് ആണോ? അല്ല. അപ്പൊ ഇവിടെ ഇതെന്തായി? സി അൺബാലൻസ്ഡ് ആയി. ഇനി അടുത്തത് ബി എടുക്കുകയാണെങ്കിൽ, ഓക്കെ, ബി എടുക്കുകയാണെങ്കിൽ ബിയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലുള്ള നോഡുകൾ മാക്സിമം എണ്ണിയാൽ മതി. ലെഫ്റ്റിലുള്ള എന്താണ് ലീഫുകളിൽ ഏതെങ്കിലും ഒരു ലീഫുകളിലെ നമ്പർ ഓഫ് നോട്ട്സ് എണ്ണിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എത്രയാണ്? 3യും റൈറ്റ് സൈഡിൽ എത്രയാണ്? 1ഉം. അപ്പൊ എത്രയായിട്ട് മാറി? 2. അപ്പം ബിയും എന്താണ്? അൺബാലൻസ്ഡ് ആണ്. ഇനി അടുത്തത് ഡി അൺബാലൻസ്ഡ് ആണോ? അല്ല. കാര്യം ഡിയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് 0 ആണ്, റൈറ്റ് സബ്ട്രീയുടെ ഹൈറ്റും 0 ആണ്. അപ്പൊ 0 നമുക്ക് 0 അലൗഡ് ആണ് അല്ലെ. ഒന്നുകിൽ 1 അല്ലെങ്കിൽ 0 അല്ലെങ്കിൽ എന്താണ് -1. അപ്പൊ രണ്ടുപേരും ഇപ്പൊ അൺബാലൻസ്ഡ് ആയിരിക്കുന്നവരൊക്കെയാണ് ബിയും സിയും. ഇനി അടുത്ത എ എടുക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സബ്ട്രീയുടെ ഹൈറ്റ് എത്രയാണ്? 4ഉം റൈറ്റ് സബ്ട്രീയുടെ ഏതാണ്? 2ഉം നമുക്ക് എടുക്കാം അല്ലെ. ഇയും ബി എഫ് ഇങ്ങനെയല്ല വരുന്നത്. അപ്പൊ എത്ര വരും? 2. അപ്പം എയും എന്താണ്? അൺബാലൻസ്ഡ് ആണ്. ഇനി ഇയുടെ എടുക്കുകയാണെങ്കിലോ, ഇയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയുടെ ലെഫ്റ്റ് സബ്ട്രീയുടെ 1ഉം റൈറ്റ് സബ്ട്രീയുടെ എത്രയാണ്? 0യും. അപ്പൊ എത്ര വരും? 1. അത് അലൗഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇവിടെ ടിക്ക് ഇട്ടില്ല, അത് ബാലൻസ്ഡ് ആണ്. ഇനി എഫിന്റെ എടുക്കുകയാണെങ്കിലോ 0 - 0 എത്ര വരും? 0. അപ്പൊ ഇവിടെ എത്ര പേര് അൺബാലൻസ്ഡ് ആണ്? എ അൺബാലൻസ്ഡ് ആണ്, ബി അൺബാലൻസ്ഡ് ആണ്, സി 3 പേര് അൺബാലൻസ്ഡ് ആയി. മീൻസ് അവരുടെ ബാലൻസിങ് ഫാക്ടർ എടുക്കുകയാണെങ്കിൽ എന്ത് വരുന്നില്ല? 1, 0, -1 ഈ വാല്യൂസ് അല്ലാതെ ഇതിൽ വേറൊരു വാല്യൂ വരുന്നു. മീൻസ് അവർക്ക് 3 പേർക്ക് വന്ന ബാലൻസിങ് ഫാക്ടർ എത്രയായിരുന്നു? 2 ആണ് വന്നത്. അതുകൊണ്ട് നമുക്ക് പറയാം 3 പേര് എന്താണ്? അൺബാലൻസ്ഡ് ആയി. എപ്പോഴും ജിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു നോഡ് ഇൻസേർട്ട് ചെയ്ത സമയത്ത് അത് ലെഫ്റ്റിൽ റൈറ്റിൽ ഇൻസേർട്ട് ചെയ്താലും സെയിം എഫക്ട് തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എത്രയാണ്? ഓപ്ഷൻ ബി. ക്ലിയർ ആണോ? നിങ്ങളുടെ സിലബസ് AVL ട്രീ പറയുന്നുണ്ട്. അപ്പൊ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുക. ഒന്നുകിൽ സെൽഫ് ബാലൻസിങ് ട്രീ ഏതാണെന്ന് ചോദിച്ചിട്ട് BST ഒക്കെ പറഞ്ഞു തരും. ഓക്കെ, അല്ലെങ്കിൽ ഈ മോഡൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും?